രേഷ്മ, റിസൻ്റെ ഖത്തർ പ്രോമെട്രിക് വിന്നറാണ്. 3 month ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 10 days ക്രാഷ് കോഴ്സും കൂടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. സാറിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനാണെങ്കിൽ നമ്മൾ ഫുൾ ഓരോ ഡിസീസ് കണ്ടീഷൻസ് അങ്ങനെ ഓരോ തിയറി ബേസ് ആയിരുന്നു. എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് ആണെങ്കിൽ ആ 10 days ക്രാഷ് കോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു നമുക്കൊരു ബേസിക്കലി നമുക്ക് എല്ലാവരും തിയറിറ്റിക്കലി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ക്രാഷ് കോഴ്സ് ആയിരുന്നു അത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിലും സാർ ഡിസ്കസ് ചെയ്യുന്നതിനിടയ്ക്കാണെങ്കിലും ആ ആൻസറിൻ്റെ അതെങ്ങനെയാണ് ആ ആൻസർ എത്താനുള്ള കാരണം എന്നും അതിനെപ്പറ്റിയുള്ള ഫുൾ ഡിഫൈൻ ആയിട്ട് സാർ പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റുകളും നമുക്ക് ഉണ്ടാക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ നല്ല ക്ലാസ്സാണ്. അത്രയും എഫേർട്ട് എടുത്ത് അത്രയും പാഷനറ്റ് അത്രയും സിൻസിയറായിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. അതുപോലൊരു ക്ലാസ് നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര റെയറായിട്ടായിരിക്കും അങ്ങനെ ഒരു ടീച്ചറെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ക്ലാസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. എനിക്കിപ്പോഴും ഷുവറാണ്, ഞാൻ അക്കാദമിയിൽ പോയി ആ ക്രാഷും ഓൺലൈൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പം ഒരു വിന്നറായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഐ ആം ഡാം ഷുവറാണ് ഞാൻ എന്താണെങ്കിലും പാസ്സാകില്ല. വേറൊരു അക്കാദമി ആണെങ്കിൽ എനിക്ക് അതിൽ അത്രയും ഉറപ്പ് പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോൾ ഏതൊരാളോടും എനിക്ക് അത്രയും ഷുവറായിട്ട് പറയാൻ പറ്റും. ആര്ഡീസ് അക്കാദമി ചെന്നാൽ നമ്മൾ എങ്ങനെ എന്താണെങ്കിലും നമുക്കത് പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് പറയാം. കാരണം സാർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് സാർ ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിൽ എല്ലാവരും അത്രയും ഇതിനായിട്ട് എഫേർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സാറിനോട് അത്രയും എന്താ പറയുക, അത്രയും സന്തോഷത്തോടെ അത്ര ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഈ വിന്നറായതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ സാറ് തന്നെയാണ്, സാറിൻ്റെ എഫേർട്ടാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.